മക്കളെ എല്ലാവർക്കും സുഖമാണ്. അസ്സലാമലൈക്കും. ഞാനിവിടെ കൈതച്ചക്കയാണ് ഇന്ന് ഉപ്പിലിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് കയ്യിന് വയ്യാത്തതുകൊണ്ട് എൻ്റെ കാക്കയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇതാ ചെത്തുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഉപ്പിലിടേ. മക്കളെ ഇതാ ഇനി റൗണ്ടാക്കി മുറിക്കുന്നുണ്ട് ഞങ്ങൾ ഉപ്പിലിടാൻ. ഇതാ നൈസാക്കിയിട്ട് മുറിക്കണേ. എന്നിട്ട് അത് ഉപ്പിലിടും. ആക്കി മുറിച്ചാൽ നമുക്ക് ഉപ്പും മുളകൊക്കെ നല്ല അതിൽ ചേർന്ന് ഒരാഴ്ച കൊണ്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് തിന്നാൻ. മൊത്തം മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ഇടാം. പൈനാപ്പിൾ ഇടുന്നുണ്ട് ഞാൻ കുപ്പിയിലോട്ട്. ഇനി ഇതിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇടണം, പാകത്തിന് ഉപ്പ് ഇടണം. മൊത്തം ഇട്ട് കഴിഞ്ഞ് ഇതാഞ്ഞ് ബാക്കി നമ്മൾ പച്ചമുളകാണ് ഇടുന്നത്. ഒരു 5 പച്ചമുളകാണ് ഇത് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ 2 ഗ്ലാസ് വെള്ളമാണ്. ഞാനിതാ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ കല്ലുപ്പാണ് ഇടേണ്ടത്. ഇതാ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതാ സുർക്ക ഒഴിക്കുന്നുണ്ട്. ഇതാ നമ്മൾ നല്ല മൂടിയിട്ട് നമ്മൾ നല്ല അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നല്ല കുലുക്കി നല്ല ഇതാക്കി. പൈനാപ്പിളും റെഡിയായി. പിന്നെ നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ടീനു, അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് നെല്ലിക്ക ഇതാ പൈനാപ്പിളും ഇതാ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓനിപ്പം വന്നാ ഗൾഫിൽ നിന്ന്. അപ്പോൾ ഓനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഈ പൈനാപ്പിളും നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളാണ് ഇത് പകുതി ആയിട്ടോ തിന്ന് തീർത്തിട്ട്. പേരമക്കള് തിന്ന് തീർത്ത് ഓനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും അത് പകുതി അയക്കുന്നു. ഇപ്പോൾ ഇതാ ഇത് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇടാം. പിന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ആ ബട്ടണിലൊന്ന് അമർത്തിക്കാണ്ട്. ഇപ്പോൾ ആവൻ താത്തയാണ്. ഓക്കെ, ബൈ ബൈ. മക്കളെ എല്ലാവർക്കും സുഖമാണ്. അസ്സലാമലൈക്കും. ഞാനിവിടെ കൈതച്ചക്കയാണ് ഇന്ന് ഉപ്പിലിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് കയ്യിന് വയ്യാത്തതുകൊണ്ട് എൻ്റെ കാക്കയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇതാ ചെത്തുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഉപ്പിലിടേ. മക്കളെ ഇതാ ഇനി റൗണ്ടാക്കി മുറിക്കുന്നുണ്ട് ഞങ്ങൾ ഉപ്പിലിടാൻ. ഇതാ